കുറെ കാലമായിട്ട് ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ പറ്റി ഒരു വിവരവുമില്ല. തൊട്ടു പിന്നാലെയാണ് ശത്രുക്കളും. ശത്രുക്കളോ? ഈ ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ദുരവസ്ഥയാ മോനെ ആ കുട്ടിക്ക്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? കുറച്ച് നാളത്തേക്ക് ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അവരെന്തിനാ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേ? എടാ, നമ്മുടെ കുഞ്ഞിനിപ്പോ ആവശ്യം ഒരു അമ്മയുടെ സാന്നിധ്യമാണ്. അതിനെ പാലൂട്ടാനും ഒരാൾ വേണ്ടേ? ആ സ്ഥാനത്തേക്ക് ഞാനൊരു അന്യസ്ത്രീയെ നിയമിക്കണമേ? എന്റെ പൊന്നു തരൺ, നീ ഇതിനെ ഇത്ര ഇമോഷണലായി കാണേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സ്നേഹവും ലാളനയും ഒന്നും കിട്ടാനുള്ള ഒരു അവസരം ദൈവമായിട്ട് കൊടുത്തില്ല. സ്വന്തം അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറായി വേറൊരമ്മ വരുമ്പോൾ നമ്മളത് നിരസിക്കണോ? കുറച്ച് നാളത്തേക്കെങ്കിലും പാല് കൊടുത്തേ മതിയാവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞേ. മറ്റു ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നവരെങ്കിലും അവളെ നമ്മുടെ കൂടെ കൂട്ടുന്നത് നല്ലതല്ലേ? അമ്മയുടെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനുവേണ്ടി ആരെന്നും എന്തെന്നും അറിയാത്ത ഒരാളെ... എന്റെ തരുണ, എല്ലാ കാര്യങ്ങളും നീ ഇങ്ങനെ നിന്റെ പോലീസ് ബുദ്ധി വെച്ച് അളക്കല്ലേ. അവളെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നേ. നീ ജനിക്കുന്ന സമയത്ത് കൂടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്കായ എന്നെ. എനിക്ക് നീയെങ്കിലും ഉണ്ടായിരുന്നു. പാവം, അതിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് എത്ര നാളത്തേക്ക് അമ്മ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അവളോട് ജീവിതകാലം മുഴുവൻ വീട്ടിൽ വന്ന് നിൽക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു 6 മാസത്തേക്കെങ്കിലും അവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമല്ലോ. അവളുള്ളത് നമുക്കും നമ്മളുള്ളത് അവൾക്കും ഒരു അനുഗ്രഹമായിട്ടാ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം നിനക്കൊട്ടും ഇഷ്ടമില്ലെങ്കിൽ... അമ്മ തീരുമാനിച്ച എന്തെങ്കിലും ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? തൽക്കാലം ഒരു 6 മാസത്തേക്ക് നിന്നോളാം പറ. അപ്പോഴേക്കും മോൾക്കും വേറെ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങാം. ഇപ്പോഴത്തെ ട്രോമയിൽ നിന്നും അവരും പുറത്തെടുക്കട്ടെ. അല്ലെങ്കിൽ അമ്മ പറയുന്നതിനെതിരായിട്ട് നീ ഒന്നും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാനെന്നാ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്താ വേണ്ടേ? അച്ചടാ, കുഞ്ഞിനെ ഇങ്ങട്ടാ. എന്നിട്ട് മോള് പോയി റെഡിയാവാൻ നോക്ക്. നമ്മൾ ഇന്ന് ഒരുമിച്ചാ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. വീട്ടിലേക്ക് പോവാം. എന്താ എന്ത് എന്നെ നോക്കുന്നേ? വിശക്കുന്നുണ്ടോ?
കരയല്ലേ, അയ്യോ കരയല്ലേ, അച്ഛൻ്റെ മോള് കരയല്ലേ. सामान सब अंदर लेके आ जा. വാ മോളെ. ഈ മുറി മോൾ ഉപയോഗിച്ചു. സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കാൻ പറയാം. അമ്മ മോള് കുഞ്ഞിനെ ഞാനിങ്ങോട്ട് കൊണ്ടുവരാം. മോൾ ഇവിടെ ഇരുന്നോ. ചെല്ലേ. അമ്മേ, മോളെവിടെ? അവൾ ഉറങ്ങി. എങ്ങോട്ടാ? മോളെടുക്കാൻ. കുഞ്ഞ് അവളുടെ കൂടെ കിടന്നുറങ്ങും അമ്മനെ. ഇപ്പം എടുത്താ ഉണരും, പിന്നെ കരച്ചിലാവും. അതുകൊണ്ട് കുഞ്ഞിപ്പം അവളുടെ കൂടെ കിടന്നുറങ്ങിക്കോട്ടെ. നീ വാ വാ, കുറച്ചു നേരം കൂടെ കുഞ്ഞവിടെ കിടന്നോട്ടെ. തൊട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അവളെ സുഖമായിട്ട് ഉറങ്ങിക്കോളും.
കിളിക്കുഞ്ഞോളെ അമ്പിളിയെ കണ്ടുറങ്ങ്, ചോരിളം പാൽ ചുണ്ടുകളിൽ നില മുത്തമിടാം. മുകിലോ പാടും വാവാവോ, ചെറുകാറ്റോതും രാരീരോ. ചങ്കിൽ ചേർന്നുറങ്ങ്, ഇങ്കുതരാൻ അമ്മ വരും നേരമാണേ. പൊൻകിനാവിൻ പുഞ്ചിരിയിൽ പൊന്മണി നീ ചായുറങ്ങ്. നേരുനേരം കാലം വരെ കൂട്ടുറങ്ങ്. ഉണ്ണിക്കാൽ വേഗം വളര്, ഉന്മകളുണ്ണുവാനുണ്ണി വളര്. രാപ്പെയ്തു തോരും വരെ അമ്മ കിളിക്കുഞ്ഞോളെ അമ്പിളിയെ കണ്ടുറങ്ങ്, ചോരിളം പാൽ ചുണ്ടുകളിൽ നില മുത്തമിടാം. പോയി മറയും കുളിരോർമകളാൽ നീരുറയും മമ ജീവനിലെ പുലർകാല പൊൻകിരീടമായ തിങ്കളേ. ഇനി നീ പകരും പുതുലോകമാണെനിക്ക് മനമേ തനുവേ. കനവോ മറഞ്ഞേ ദൂരേക്കു പോകേ. വിക്രം, ഞാൻ ഇറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായിട്ടും വിളിക്കണം. ഞാൻ എപ്പോഴിറങ്ങാനാ രാഘവേട്ട? ഹൈക്കോടതിയിൽ അപ്പീലുണ്ടല്ലോ, അത് പെട്ടെന്ന് വിധിയാവും, ഉറപ്പ്. അധികം വൈകാതെ നീ റിലീസാവും. മുത്തേ, ആ കുളിക്ക. നല്ല കുളിച്ച സുന്ദരി കുട്ടിയാവാം. ആ? ആ, ഓ, ഓ. തണുക്കുന്നുണ്ട് വാവയ്ക്ക്? അയ്യോ, ഓ ഓ ഓ ഓ ഓ ഓ ഓ. ആഹാ, എന്റെ മോള് കുളിക്കുക. കുളിച്ചോട്ടോ. തരുൺ, നിനക്കിന്ന് ജോലിയില്ലേ? ഞാൻ കുറെ നാളത്തേക്ക് ലീവ് എടുത്തു. ഇവളിങ്ങനെ ദിവസം തോറും വളരുന്നത് കണ്ടോണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താ ഉള്ളമ്മേ? അമ്മേ, ഇത് മോൾക്ക് വേണ്ടി വാങ്ങിയ പാസറാ. എങ്ങനെയുണ്ട്? പാദസരല്ല, കാൽത്തലയിടേണ്ടത്. അത് 28-ാം ദിവസം ചരട് കിട്ടുന്ന ചടങ്ങിന്. ആയിക്കോട്ടെ. അപ്പൊ നമുക്കേ മോളുടെ ആദ്യത്തെ ചടങ്ങ് ഗംഭീരാക്കാം. അമ്മേ, കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവളെ മുറിയിലേക്ക് കൊണ്ടുവന്നോളൂ. ഞാൻ ഉറക്കിക്കോളാം.
आ रहे लम्बा। शीला, बच्ची को सांप के कमरे में ले जाइए। जी अम्मा। संभाल के, संभाल के। വേദമോളെ, കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ തരുൺ ഇങ്ങോട്ട് വരും. അതുകൊണ്ടാ. ഞാൻ അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയല്ലേ അമ്മേ? ആ സമയത്ത് അതിൽ നല്ലൊരു വഴി വേറെ ഇല്ലെന്ന മോള് തന്നെയല്ലേ നിശ്ചയിച്ചത്? ആ സമയത്ത് മാത്രമല്ല, ഇപ്പോഴും എൻ്റെ മുൻപിൽ വേറൊരു വഴിയില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത അമ്മയുടെ മകനെ കൂടി പറ്റിക്കുകയല്ലേ എന്നുള്ളൊരു തോന്നല്. എന്നെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തരുൺ ഇതറിയാൻ ഇടയായ ആ ഷോക്ക് തരുണിന് താങ്ങാൻ പറ്റുമോ? ഇപ്പൊ പോലും അവൻ ഇതറിഞ്ഞ അവനത് ഉൾക്കൊള്ളാൻ പറ്റുമോന്നാ എന്റെ പേടി. വൈകുന്തോറും അത് കൂടുതൽ പ്രശ്നമാവില്ലേ? അമ്മയും ഞാനും ചേർന്ന് ചതിച്ചു എന്ന് തരുണിന് തോന്നില്ലേ? നാളെ അവളുടെ ശരിക്കുള്ള അച്ഛൻ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തു പറയും? ശരിയാ മോളെ, സത്യം പറയുന്നത് തന്നെയാ നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞോളാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻപിൽ എനിക്കെന്റെ കാര്യങ്ങൾ പറയാലോ. വേട്ടയാടുന്ന സകല ആളുകളെക്കുറിച്ചും എനിക്ക് അറിയിക്കാലോ. അതുകൊണ്ട് മാത്രം എനിക്കിങ്ങനൊരു നുണ പറയേണ്ടി വന്നതെന്ന് പറയാമല്ലോ. ഒരുപക്ഷെ അംഗീകരിക്കില്ലായിരിക്കും, എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും, ഇറക്കി വിടുമായിരിക്കും. എന്നാലും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് തന്നെയല്ലേ അമ്മ നല്ലത്? അവനത് ഉൾക്കൊള്ളാനായ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അക്കാരണം കൊണ്ട് നിന്നെ എവിടേക്കും ഇറക്കി വിടാൻ അമ്മ സമ്മതിക്കില്ല മോളെ. പക്ഷെ അവനോടത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ധൈര്യവും അമ്മയ്ക്കില്ല. വേണ്ട, അത് ഞാൻ പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. വേദമോളെ, അതിപ്പോ തന്നെ വേണോ? ഇനിയും വൈകിച്ചിട്ട് എന്തിനാ അമ്മ? എത്രയും നേരത്തെ ആവുന്നതാണ് നല്ലത്. അയ്യയ്യവരവമ്പിളിപ്പൂങ്കലമെയിലണിഞ്ഞ കരിമ്പൂതം, അയ്യയ്യവരവമ്പിളിപ്പൂങ്കലമെയിലണിഞ്ഞ കരിമ്പൂതം. കാതിൽ പിച്ചളത്തോട, കാതിൽ പിച്ചളത്തോട, കഴുത്തിൽ കലബല പാടും പണ്ടങ്ങൾ, അരുകിലനുക്കണി ചായക്കിരീടം, തലയിലണിഞ്ഞ കരിമ്പൂതം, അരുകിലനുക്കണി ചായക്കിരീടം, തലയിലണിഞ്ഞ കരിമ്പൂതം. കുറച്ചുകൂടി വലുതാവുമ്പോ അച്ഛൻ പൂതത്തിന്റെയും നങ്ങേലിയുടെയും കഥ പറഞ്ഞാലോ. അങ്ങനെ അങ്ങനെ കുറേ കഥകളുണ്ട്. അതൊക്കെ കേട്ടിട്ട് വേണം എന്റെ മോള് വളരാൻ. പറയന്റെ കുന്നിന്റെ അങ്ങേ ചെരുവിലെ പാറക്കെട്ടിനടിയിൽ, കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൂതം, കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൂതം. ആ സമയത്ത് അവിടെ പൈക്കിള മേയ്ക്കാൻ വന്ന പിള്ളേരുണ്ടാവും. വെയില് കാരണം അവര് തണൽ മരത്തിന്റെ അടിയിലേക്ക് മാറി നിൽക്കും. അപ്പൊ ആ പൂതം എന്താ ചെയ്യാന്നറിയോ? ഒറ്റയ്ക്ക് മേയുന്ന പയ്യൻ മുലകളെ തെറ്റെന്നി പൂതം കുടിക്കും. ഒരു പശുവിനെയും പൂതം ഉപദ്രവിക്കില്ല. പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ആരും കാണാതെ ആ പശുക്കളുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ട് കുമ്പയും നിറച്ച് തിരിച്ചു പോവും. അപ്പൊ എന്റെ കുഞ്ഞുമോള് പറ, ഭൂതം ശരിക്കും പാവല്ലേ? ഇനിയും പറഞ്ഞു തരാൻ കുറേ കഥകളുണ്ട് കേട്ടോ. അത് മുഴുവൻ കേട്ട് എന്റെ കുഞ്ഞ് വളരും. വളർന്ന് വളർന്ന് വലിയ കുട്ടിയാവും.
അപ്പോഴേ കുഞ്ഞിയുടെ കുഞ്ഞിക്കാലടി ഉണ്ടല്ലോ, ദാ അച്ഛൻ്റെ ഈ നെഞ്ചത്ത് ഇങ്ങനെ പച്ച കുത്തി കിടക്കും.